ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടൽ മൂവി വീഡിയോ. എന്നാൽ ഇവിടെ റിവ്യൂ ചെയ്യാനുള്ള പടത്തിൻ്റെ പേര് പുഷ്പ 2 എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇന്നലെ കണ്ട് 10 മുക്കാലായപ്പോഴാണ് ഇറങ്ങിയത്. അത് പടത്തിന് കയറിയത് സിനിമ തീർന്നത് 2:10 പടം തീർന്നത് ഇവിടത്തെ 3 മണിയായി. ഇന്ന് 3 മണിക്ക് എത്തിയത്, 3 മണിക്ക് എത്തിയത്. സിനിപ്പോളിസിൽ പോയ കണ്ടു. IMAX ആയിരുന്നു. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലു അർജുനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, പിന്നെ രശ്മികയുണ്ട്, പിന്നെ അജയുണ്ട്, പിന്നെ തിരക്ക് കിണ്ണപ്പയുണ്ട്, പിന്നെ രാഹുൽ രമേശുണ്ട്, ജഗപതി ബാബു ഉണ്ട്, പിന്നെ മംഗളം ശ്രീനിവാസനുണ്ട്, അനസ്യ ഭരദ്വാജുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ജയഘോഷില്ല, ജയഘോഷുണ്ടല്ലോ ചെറുതങ്ങളുണ്ട്. പിന്നെ ശ്രീലീലയുണ്ട്, ഇപ്പോൾ പറയാനുള്ളത് ലക്ഷ്മികയുണ്ട്, പറയാനുള്ളത് പടം ഡയറക്റ്റ് ചെയ്ത് സുകുമാറാണ്. മീൻസ് പുഷ്പയുടെ ഡയറക്ടറാണ്, അദ്ദേഹം തന്നെയാണ് ഹോസ്പാട്ടിൻ്റെ. പിന്നെ ആര്യ 1 അക്കടിന് അതൊക്കെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തത്. പിന്നെ അഗസ്റ്റിൽ അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് പറയാനുള്ളതാണ്. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ നല്ല പടം, ധൈര്യമായിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവും എന്ന് ഉറപ്പുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പടത്തിൽ പെർഫോമൻസസ് വൈസ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടുണ്ട്. പക്ഷേ രശ്മിക സെക്കൻഡ് ഹാഫിൽ ക്രിഞ്ചായിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് പൊടിച്ചടുക്കി ഒരു KGF ലെവലിൽ വരുമെന്ന് പറഞ്ഞിട്ട് KGF ലെവൽ എന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം. മീൻസ് തെലുങ്കിലെ KGF എന്ന് വേണമെങ്കിൽ പറയാം, ഇതിനെ വിശേഷിപ്പിക്കാം. അത് നല്ലതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 1 മണിക്കൂർ 40 മിനിറ്റ് എന്തോ സംതിങ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. അത്രയും നേരെയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ക്രിഞ്ചുണ്ട്. സെക്കൻഡ് ഹാഫിൽ രശ്മിയുടെ ക്രിഞ്ച് സഹിക്കാനേ പറ്റില്ല. പിന്നെ കിസിക്ക് ശരിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടത് വേറെ പറയാൻ പറഞ്ഞതാണ് കാണാൻ പോയത്. കിസിക്ക് പാട്ടിൻ്റെ കുറച്ചൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അവർ, എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ. പിന്നെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലിറിക് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് ശോകം ലിറിക്സ് ഉണ്ടായിരുന്നു, 1-2 അതൊന്ന് മാറ്റിയതുപോലെ ഫീൽ ചെയ്ത് തിയേറ്ററുകൾ. ഇപ്പോൾ എന്തായാലും നല്ലതായിട്ടുണ്ട്. പിന്നെ സൂസയ്ക്ക് കേട്ടോണ്ടിരിക്കാനേ പറ്റില്ല, അമ്മാതി പേര് പാട്ട് സൂസയ്ക്ക് എന്തോന്നു. പിന്നെ പുഷ്പ അത് പൊളിച്ച്. പിന്നെ എന്താണ് ഫീലിങ്സ്, അതും പൊളിച്ചിട്ടുണ്ട്. പിന്നെ ബീജം ചെയ്തിരിക്കണതും മ്യൂസിക് ചെയ്തിരിക്കണതും DSP ആയിരുന്നു എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. മീൻസ് കങ്കുവ, സിംഗം സീരീസ്, പിന്നെ ഏതാണ് അലക്സ് പാണ്ഡ്യന്, പിന്നെ ഒരെണ്ണമുണ്ടായിരുന്നുണ്ട് വെങ്കൈ വില്ല്, അങ്ങനത്തെ പടങ്ങളിലൊക്കെ മ്യൂസിക് ചെയ്ത് എങ്ങനെയുണ്ട്. ബ്ലോക്കിൽ എങ്ങനെയാണെന്ന് സംശയമുണ്ട്, എനിക്കറിഞ്ഞൂടാ. എന്തേലോട്ടെ പൊളി ബീജും പാട്ട് എനിക്ക് സൂസൈഡ് പഠിക്കാൻ ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റോഗ്രഫി വായന കിട്ടാത്തൊരു പേരാണ് ഇത്. എന്തെങ്കിലോട്ട് റഷ്യക്കാരനാണെന്ന് എന്താ പറയാൻ. പൊളി സിനിമാറ്റോഗ്രഫി ഇട്ട്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി ആര് ചെയ്തെന്ന് പറഞ്ഞോടാ, എൻപരി ആണെന്ന് ചിലർ പറയാനുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കുറച്ച് പ്രശ്നമുണ്ട് സിനിമാറ്റോഗ്രഫി ആക്ഷൻ കൊറിയോഗ്രഫിയിലത്തെ കാര്യമായിട്ട് പറയാമെന്ന് മാറിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മീൻസ് അല്ലു അർജുൻ 2 പ്രാവശ്യം എന്തോ സാരി ഇട്ടുകൊണ്ട് ഫൈറ്റ് നടത്തുന്നുണ്ട്. അതെനിക്ക് അതെന്തിന്
ആ 2 ഫൈറ്റും പിന്നെ രശ്മികയുടെ സെക്കൻഡ് ഹാഫിലെ ചില ക്രിഞ്ച് സീൻസും പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ തിരക്കിണ്ണപ്പേനെടുത്ത് മാറ്റിയ പാടം പൊളിയ അടിപൊളിയ. പിന്നെ മറ്റേ ഡയലോഗ് എടുത്ത് മാറ്റണം, ആരാ മറന്നുപോയി. ഡയലോഗ് എടുത്ത് മാറ്റണേ. എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞല്ലോ. ഫ്ലവറല്ല ഫയറാന്ന ഡയലോഗ് വയ്ക്കേണ്ട കാര്യം ഇവർ വേറൊരു ഡയലോഗ് വെച്ചിട്ടുണ്ട്. അതിന് ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മീൻസ് ഫ്ലവറല്ല ഫയറല്ലേ, അല്ല ഫൈൽഡ് ഫയർ. അതെന്ത് തേങ്ങയുടേത്? പഴയത് വേണമുണ്ട്, പഴയത് വേണേ വരുന്നെന്ന് വിചാരിച്ചു ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തെന്ന് പോസ്റ്റിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല. കണ്ടെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഞാൻ മറന്നുപോയി. എഡിറ്റിങ് PRO സ്റ്റിൽസ് ആരൊക്കെയാണ് ചെയ്തതെന്ന് അറിഞ്ഞൂടെ. ഡ്യൂറേഷൻ ഒരു നെഗറ്റീവാണ്. 3.5 മണിക്കൂർ ഈ പടം ഒരിക്കലും ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. ഡെൽറ്റ.